സൈലം ബാങ്കിങ് ഓഗസ്റ്റ് 1-2 തീയതികളിലായിട്ട് നമ്മുടെ SBI POയുടെ എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ കുറെ നാൾ കൊണ്ടുള്ള നമ്മളുടെ പ്രിപ്പറേഷനാ അല്ലെ. ഇനി ഈ ഒരു ലാസ്റ്റ് വീക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, അതുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരു ആഴ്ചക്കൊക്കെ എന്തെങ്കിലും വലിയൊരു ഡിഫറൻസ് വരുത്താൻ പറ്റുമോ? ഷുവർ ആയിട്ടും പറ്റും. നമ്മൾ കുറച്ച് ഹറിബറിയായി ഈ ഒരു ലാസ്റ്റ് വീക്ക് പാനിക് ഒന്നും ആകാതെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഷുവർ ആയിട്ടും നിങ്ങളുടെ ആക്യുറസി കൂട്ടി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. എങ്കിലും നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി ഒരാഴ്ച മാത്രമേ നമുക്ക് സമയമുള്ളൂ അല്ലെ. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, പുതിയൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പാടില്ല. അതിപ്പോ ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും പുതിയ ഒരു ടോപ്പിക്കിലേക്കല്ല ഈ ഒരു വീക്കിലേക്ക് പോകേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം. ഇതിനുശേഷം മാത്രം മുന്നോട്ട് ഇനി IBPS PO അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസിന് മുന്നേ അത് പഠിച്ചെടുത്താൽ മതി. ഒരിക്കലും SBI POയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഒരു പുതിയ ടോപ്പിക് ഒരിക്കലും പഠിക്കാനുള്ള ഒരു സമയം അല്ല ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ടൈമിൽ എന്താ ചെയ്യേണ്ടത്? പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ക്വാണ്ടിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ റൂൾസ് ആയിക്കോട്ടെ, അതെല്ലാം പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാം. സോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഈ ഒരു വീക്കിൽ പുതിയൊരു ടോപ്പിക്ക്, അത് റീസണിങ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ന്യൂ ടോപ്പിക്ക് പഠിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നമ്മൾ എന്താണോ പഠിച്ചത് അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ എന്താണോ നമ്മുടെ സ്ട്രോങ് ഏരിയ അത് ട്രിപ്പിൾ സ്ട്രോങ് ആക്കുക. എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണോ അത് ട്രിപ്പിൾ സ്ട്രോങ് ആക്കുക. അപ്പൊ നമുക്ക് എക്സാമിന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് അത് കൂടത്തേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരു ന്യൂ ടോപ്പിക്ക് പഠിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതും കൂടെ വെള്ളത്തിലാകത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യരുത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ മോക്ക് ചെയ്യണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. യെസ്, ഷുവർ ആയിട്ടും നിങ്ങൾ മോക്ക് ചെയ്യുക. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ എക്സാം 1-ാം തീയതിയാണ് എന്നുണ്ടെങ്കിൽ 31-ന് നിങ്ങൾ മോക്ക് ചെയ്യണ്ട, തലേന്ന് മോക്ക് ചെയ്യണ്ട. പിന്നെ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം ടൈം ഏതാണോ കൃത്യം ആ സമയത്ത് ഈ ഒരു 1 വീക്ക് നിങ്ങൾ മോക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിയലി നിങ്ങൾ എക്സാം എഴുതുന്ന അതേ സീരിയസ്നെസ്സോട് കൂടി നമ്മൾ മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസ് ചെയ്തിട്ട് ഇറങ്ങി പോകാതെ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് വേണം നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങളുടെ എക്സാം ടൈം ഏതാണോ, ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആണ്, 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് ആണ്, ഏതാണോ ടൈം ആ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ എക്സാം ടൈമിൽ കൂടുതൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടത്തേ ഉള്ളൂ. ഓക്കെ, അറ്റംപ്റ്റ് 1 ഫുൾ ലെങ്ത് മോക്ക് എവറിഡേ, എല്ലാ ദിവസവും ഒരു ഫുൾ ലെങ്ത് മോക്ക് ചെയ്യുക. പിന്നെ ചുമ്മാ മോക്ക് ചെയ്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് അനലൈസ് ചെയ്യണം. എപ്പം നിങ്ങൾ മോക്ക് ചെയ്താലും അത് അനലൈസ് ചെയ്യുന്നതിനകത്തിലാണ് കാര്യം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം ടൈം ഏതാണോ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ മോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വെള്ളം കുടിക്കാൻ പോവുക അല്ലെങ്കിൽ എണീറ്റ് പോവുക, അങ്ങനെ ചെയ്യാതെ റിയൽ എക്സാം സീരിയസ്നെസ്സോട് കൂടി തന്നെ റിയൽ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ ആ മോക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി നിങ്ങൾ മോക്ക് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചെക്ക് റോങ് ആൻസേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് ഏത് ഏരിയ ആണ്, എന്റെ അശ്രദ്ധ കൊണ്ടാണോ അതോ ഞാൻ കോൺസെപ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടാണോ എന്നുള്ളത് സ്വയം നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇപ്പൊ പസിൽസ്, ഇപ്പൊ SBI POയുടെ കേസിൽ റീസണിങ് ആണെങ്കിൽ 5 പസിൽസോളം ചോദിക്കും. അപ്പൊ ഏത് ടൈപ്പ് പസിലാണ് എനിക്ക് തെറ്റിയത്, എനിക്ക് 2 വേരിയബിൾ ആണോ തെറ്റുന്നത്, അതേപോലെ അനലൈസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള പസിൽ നിങ്ങളുടെ കണ്ണിൽ പെടാതെ നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പസിൽസിൽ സമയം കളഞ്ഞു, ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഓരോ സെക്ഷന്റെയും നോക്കിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 3 സെക്ഷനും, അതായത് ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിന്റെ അകത്തിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ തുടങ്ങണം. ഇപ്പൊ റീസണിങ്ങിന്റെ കേസിൽ പസിൽസ് ആണ് 5 എണ്ണം ചോദിക്കുക, മിസ്ലേനിയസ് ആകെ 5 ക്വസ്റ്റ്യൻസും എല്ലാം ആയിരിക്കും ചോദിക്കുന്നത്. അത് ചിലപ്പോൾ സിലോജിസം ആകാം, ഇൻഇക്വാളിറ്റി ആകാം, ബ്ലഡ് റിലേഷൻ ആകാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം അല്ലെ, അത് നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിലാണോ മോക്ക് ചെയ്ത് ശീലിച്ചിട്ടുള്ളത് ആ രീതി തന്നെ ഫോളോ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തലയാഴ്ചയിൽ ഒരു പുതിയ പാറ്റേൺ, ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പാറ്റേൺ പറയാത്തത്. ചിലർ പസിൽസ് ചെയ്തിട്ടായിരിക്കും മിസ്ലേനിയസിലേക്ക് വരിക. പിന്നെ മിസ്ലേനിയസ് ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഓവർ പറയേണ്ട കാര്യമില്ല, ക്ലർക്ക് എക്സാം പോലെ തന്നെ. അപ്പോൾ എന്റെ ഒരു സജഷൻ ആണ്, ഇപ്പൊ പസിൽസിന്റെ കേസിലാണെങ്കിൽ 1 വേരിയബിൾ പസിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ തന്നെ 2 വേരിയബിൾ പസിൽസ് ചിലത് കണ്ടീഷൻസ് വായിച്ചാൽ കിട്ടുന്നതുണ്ടാകും, ചിലപ്പോൾ ഇച്ചിരി
ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ സ്റ്റക്ക് ആകാതെ, ഒരു ക്വസ്റ്റ്യനിലും സ്റ്റക്ക് ആകരുത്. അപ്പൊ നിങ്ങൾ ആ ഓരോ സെക്ഷൻസ്, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും അതേപോലെ തന്നെ ക്വാണ്ട് ആണെങ്കിലും, നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയിലാണോ നിങ്ങൾ മോക്ക് ചെയ്തിട്ടുള്ളത് അതേ സ്ട്രാറ്റജി മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് നോക്കുക. നിങ്ങൾ ഈ 1 വീക്ക് മോക്ക് ചെയ്യുമ്പോഴും അതേ സ്ട്രാറ്റജിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക. ഒരിക്കലും നമുക്ക് പരീക്ഷണം നടത്താനുള്ള ഒരു സമയമല്ല എക്സാമിന്റെ തലയാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അനാലിസിസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മോക്ക് ഇറ്റ് സെൽഫ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മോക്ക് ജസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് സെക്ഷൻ വൈസ് പ്ലാൻ. ഓരോ സെക്ഷനും നിങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടാകണം. ഞാൻ പ്ലാൻ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെയാണ് ആദ്യം ചെയ്യുക. ഇപ്പൊ നിങ്ങളെ സെക്ഷൻ വൈസ് ടെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ലെങ്ത് എടുക്കുമ്പോൾ ഓരോ സെക്ഷനും നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. അത് വ്യക്തമായ പ്ലാൻ ഉണ്ടാകണം. ഇപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് ആദ്യം പസിൽസ് ചെയ്യും. ഇപ്പം 5 പസിൽസ് ഉണ്ടെങ്കിൽ 3 1 വേരിയബിളും 2 2 വേരിയബിളും ആയിരിക്കും. ചിലപ്പോൾ 4 1 വേരിയബിളും 1 2 വേരിയബിളും ആയിരിക്കും. അതിൽ എനിക്ക് ഈസി ആയിട്ടുള്ള പസിൽസ് ആദ്യം ചെയ്തിട്ടാണ് ഞാൻ ഡിഫിക്കൽട്ടിലേക്ക് പോകുന്നത്. എനിക്ക് ഈസി ആയിട്ടുള്ള പസിൽസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്റ്റക്ക് ആകരുത്. നിങ്ങൾ മോക്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ടോ, അവിടെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം വന്നതെന്നുള്ളത് നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇംപ്രൂവ് ആക്യുറസി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആക്യുറസിയാണ്, സ്പീഡും ആക്യുറസിയും ഒരേപോലെ തന്നെ വേണ്ട എക്സാം ആണ് നമുക്ക്. ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ആക്യുറസിക്കാണ്. കാരണം ആക്യുറസി ഇല്ലാത്ത സ്പീഡ് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മള് റോങ് ആൻസേഴ്സ് റെഡ്യൂസ് യുവർ സ്കോർ, അല്ലെ? നമുക്കറിയാം നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണു അടച്ച് കറക്കി കുത്താം. പക്ഷെ അങ്ങനെ പറ്റുമോ? ഇല്ല. നമ്മൾ 100 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനകത്തിലല്ല കാര്യം. നമ്മള് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ SBA POയുടെ കട്ട് ഓഫ് നമുക്ക് വന്നിട്ടുള്ളത് 66. SBA POയുടെ കഴിഞ്ഞ 5 വർഷത്തെ കട്ട് ഓഫിന്റെ അനാലിസിസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ കഴിഞ്ഞ വർഷമാണ് 66 കട്ട് ഓഫ് വന്നത്, അല്ലെ? 100 അല്ല കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് 3 മടങ്ങ് വേക്കൻസി കൂടുതലുണ്ട്. ഇപ്പൊ കട്ട് ഓഫിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞത്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നല്ല ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാവർക്കും അത് ഒരേപോലെ തന്നെ ടഫായിരിക്കും, അല്ലെ? നമ്മൾ ചുമ്മാ കറക്കി കുത്തും അല്ല ചെയ്യേണ്ടത്. ആക്യുറസിക്ക് ആയിരിക്കണം എപ്പോഴും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പൊ ഇംഗ്ലീഷിനെ ചിലപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് വരാം. പക്ഷെ ക്വാണ്ടും റീസണിങ്ങും 0 നെഗറ്റീവ് എന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ മോക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ. അതിപ്പോ ഏത് എക്സാമിനാണെങ്കിലും. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് സെലക്ഷൻ. ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക. ഈ SBA PO എന്ന് പറയുന്ന 100 ക്വസ്റ്റ്യനും ചെയ്യുന്നവർക്ക് ഉള്ളതല്ല. ഇപ്പൊ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഈസി ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ട്രോങ്ങർ ഏരിയ ഏതാണോ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആ സമയത്ത് സെലക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതിനകത്തിലാണ് കാര്യം. ഓക്കെ, അതുപോലെ തന്നെ നല്ലതുപോലെ ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. 20 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് ടൈം കിട്ടുക. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ 20 മിനിറ്റ്സ് അങ്ങ് പോകും. അത് ശ്രദ്ധിച്ചോണം. ഒരു ക്വസ്റ്റ്യനിലും എന്താകാൻ പാടില്ല, സ്റ്റക്ക് ആകാനായിട്ട് പാടില്ല. ദെൻ റിവൈസ് ഷോർട്ട് നോട്ട്സ്. എപ്പോഴും ക്വാണ്ട് ആണെങ്കിലും നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടേബിൾസ് ആയിക്കോട്ടെ, സ്ക്വയേഴ്സ് ആയിക്കോട്ടെ, ക്യൂബ്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ ഗ്രാമർ റൂൾസ് ആയിക്കോട്ടെ, അതേപോലെ റീസണിംഗിലാണെങ്കിൽ ഇപ്പം നമുക്ക് ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. ആ റിവിഷൻ എല്ലാ ദിവസവും, കാരണം ആ റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം നമ്മുടെ കോൺഫിഡൻസ് ഇരട്ടിയാകും, അല്ലെ? ഇപ്പൊ നമ്മുടെ ക്വാണ്ട് ഫോർമുല ആയിക്കോട്ടെ, വൊക്കാബുലറീസ് ആയിക്കോട്ടെ, ഗ്രാമർ റൂൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പസിൽ അപ്രോച്ചസ് ആയിക്കോട്ടെ. അത് പസിൽ അപ്രോച്ച് നമ്മൾ റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പസിൽ കാണുമ്പോൾ തന്നെ ഏതെടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ നമ്മൾ ഫുള്ള് വായിച്ചുകൊണ്ടിരുന്ന, പിന്നെ നിങ്ങളാരും നമ്മുടെ ഒരു ബാങ്ക് എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വൺസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സെറ്റാ, അല്ലെ? പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ റിവിഷന് അത്രത്തോളം പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ഇനി തലയാഴ്ച ഒരിക്കലും നമ്മൾ ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കാൻ പാടില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യത്തുള്ളൂ. അറിയാലോ, നമുക്ക് ബുള്ളറ്റ് സ്പീഡ് വേണ്ട ഒരു ടൈമാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു അറ്റാക്കിംഗ് മോഡായിരിക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തു, കണക്ട് ചെയ്തു. ഇപ്പൊ പസിൽസ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിന് നമ്മളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണം. സോ നന്നായിട്ട് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഫുഡ് കഴിക്കുക. ഈ ഒരു വീക്ക് നിങ്ങൾ ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. കുറച്ച് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ 7 to 8 അവേഴ്സിന്റെ സ്ലീപ്പ് മസ്റ്റാ. ഞാൻ പറഞ്ഞല്ലോ, പുതിയതൊന്നും പഠിക്കണ്ട. പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് റിവൈസ് ചെയ്താൽ മതി. ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഉറക്കം ഉണ്ടായിരിക്കണം. നല്ല ഫുഡ് കഴിക്കുക. ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ഫുഡ് കഴിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പൊ അതെല്ലാവരും മനസ്സിൽ വെക്കുക.
ദെൻ എക്സാം സ്ട്രാറ്റജി എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ വേറൊരാളെ കോപ്പി ചെയ്യാതിരിക്കുക. അത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾ എക്സാമിന് കയറുന്നതിന് ഇപ്പൊ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഇറങ്ങി വരുന്ന ആൾക്കാരോട് ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, ചോദിക്കാതിരിക്കുക നിങ്ങൾ എങ്ങനെയാ ചെയ്തത്, ഏത് ടൈപ്പ് പസിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് DI ആണ്. ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചോദിക്കുന്ന കുട്ടി നിങ്ങൾക്ക് അറിയാത്ത കുട്ടിയായിരിക്കാം ചിലപ്പോ, അല്ലെ? ചിലപ്പോൾ ആ കുട്ടി ജസ്റ്റ് എഴുതി നോക്കാൻ വന്ന ഒരാളായിരിക്കും. അപ്പൊ ആ ആളത് ഷുവറായിട്ടും പാടാണെന്നേ പറയുള്ളൂ, അല്ലെ? ചിലപ്പോൾ അവരുടെ ഷിഫ്റ്റ് ഭയങ്കര പാടായിരിക്കും, നിങ്ങൾ കയറാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിരിക്കും. അവരുടെ സ്ട്രാറ്റജി ആയിരിക്കത്തില്ല നിങ്ങളുടെ സ്ട്രാറ്റജി. അപ്പൊ ഒരിക്കലും നമ്മൾ മറ്റൊരാളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മളുടെ സ്ട്രാറ്റജി നമ്മൾ എന്താണോ ചെയ്തു വന്നത് അത് മാത്രം ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആകരുത്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ചൂസ് ദ ഓർഡർ ദാറ്റ് സ്യൂട്ട്സ് യു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഓർഡർ ആയിരിക്കണം. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് നമ്മളുടെ സ്ട്രാറ്റജി ആയിരിക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയാണോ അത് മാത്രം, അല്ലാതെ വേറൊരാളുടേത് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരാഴ്ച വേറൊരു സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്ത് നോക്കരുത്. Then don't spend more than 30 to 40 seconds on difficult question. അപ്പോൾ ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണോ എന്ന് എങ്ങനെ അറിയും മിസ്സേ എന്ന് ചോദിച്ചാൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രാക്ടീസ് അത്രത്തോളം ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഡിഫിക്കൽട്ട് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ വളരെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക. പിന്നെ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് തിരിച്ചു വരിക. ആ സെക്ഷൻ വൈസ് പ്ലാനും അതേപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ്. 3 സെക്ഷന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് 2 ദിവസം ഇനിയും എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, ലാസ്റ്റ് ദിവസം അങ്ങ് രാപകല് മോക്ക് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. എന്റെ സജഷനാണ്, തലേന്ന് നിങ്ങൾ മോക്ക് ചെയ്യണ്ട. ഇപ്പൊ നിങ്ങൾക്ക് 1-ാം തീയതിയാണ് എക്സാം എങ്കിൽ നിങ്ങൾ 31-ന് മോക്ക് ചെയ്യണ്ട. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന മോക്ക് ചിലപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മോക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇച്ചിരി സ്കോർ കുറഞ്ഞാൽ നിങ്ങളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ആ തലേന്നത്തെ ദിവസം നിങ്ങൾക്കിപ്പം പസിൽസ് ആണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈമർ ഒന്നും വെക്കണ്ട. കുറച്ച് പസിൽസിന്റെ ക്വസ്റ്റ്യൻ എടുക്കുക, വളരെ സ്പീഡിൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. DI കുറച്ചെടുത്ത് ചെയ്യുക, ഇംഗ്ലീഷ് വായിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് സമയം മാത്രം പഠിക്കുക, വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങൾ പഠിച്ച ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, വൊക്കാബുലറീസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാം. കൂടുതലും റിലാക്സ് ആയിട്ടിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ പറയാറുണ്ട്, നമ്മളല്ലാത്ത സമയത്തൊക്കെ അടുപ്പിച്ച് നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂറും ഒക്കെ ടൈമർ ഇട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷെ എക്സാമിന്റെ ടൈം ആകുമ്പോൾ ഞാൻ ആ ഒരു വീക്ക് വളരെ കുറച്ച് ക്ലാസ്സസ് ആണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് മാത്രമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മൈൻഡ് ആണ് എല്ലാം. അത് ഓക്കെ ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പാനിക് ആകാൻ പാടില്ല. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയും, നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും അടിയിട്ടിട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കണം. എക്സാം സെന്ററിൽ എത്ര ദൂരം എടുക്കും, എങ്ങനെയാണ് പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൂളായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. തലേന്ന് ഒരു ഹറിബറിയും പാടില്ല. വളരെ കൂളായിട്ടിരിക്കുക. നമ്മുടെ കോൺഫിഡൻസ് ആണ് എക്സാം നമ്മളെ ക്രാക്ക് ചെയ്ത്. കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ചു, അല്ലെ? നമ്മൾ നന്നായിട്ടെല്ലാം ചെയ്തു. പിന്നെ അവസാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കലവിട്ട് ഉടയ്ക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തു, ബാക്കി മറന്നേക്കാം. ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണം എന്നൊരു ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിൽ കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ എടുത്തു പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് അഡ്മിറ്റ് കാർഡ് വേണം. അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാൻ ഫോട്ടോ വേണം. അതേപോലെ തന്നെ എക്സ്ട്രാ 2 ഫോട്ടോ കയ്യിൽ കരുതുക അറ്റൻഡൻസിന് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു ID കാർഡിന്റെ ഒറിജിനൽ ഉണ്ടായിരിക്കണം, അതിന്റെ ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കണം. ഈ ഫോട്ടോയും ID കാർഡും ID കാർഡിന്റെ ഫോട്ടോ കോപ്പിയും എല്ലാം നിങ്ങൾ ഇച്ചിരി കൂടുതൽ എടുത്തു വെക്കുക. മുന്നോട്ട് പോകുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് അത് എന്താണ്, യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി റിപ്പോർട്ടിംഗ് ടൈം ഏതാണോ പറഞ്ഞിട്ടുള്ളത് ആ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം സെന്ററിൽ എത്തിച്ചേരുക. ഓക്കെ, പിന്നെ പെന്നും ഇതൊക്കെ കൊണ്ടുചെല്ലണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ചിലയിടത്ത് പെൻ തരും, അപ്പൊ നിങ്ങൾ കയ്യിൽ കരുതിക്കൊള്ളുക. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പെന്ന് കയ്യിൽ കരുതുന്നതാണ് ബെറ്റർ. അതേപോലെ തന്നെ വെള്ളം കുടിക്കാനാണെങ്കിലും ബോട്ടിലും ഒക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് കയ്യിൽ കരുതുക. എഴുതാനുള്ള പേപ്പർ എന്തായാലും അവിടുന്ന് നമുക്ക് തരും. അപ്പൊ ടെൻഷൻ ആകരുത്. തലേന്ന് വളരെ കൂളായിട്ടിരിക്കുക. എക്സാം സെന്ററിൽ കൃത്യസമയത്ത് എത്തുക. പോകുന്ന വഴിക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാനിരിക്കുക. ഈ വക കാര്യങ്ങൾക്ക് പോകരുത്. ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കഫേ ചിലപ്പോൾ തുറന്നിട്ടുണ്ടാകണം എന്നില്ല. അതെല്ലാം തലേന്ന് തന്നെ സെറ്റാക്കി വെക്കുക. ഓക്കെ, യെസ്, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു തലയാഴ്ച. ഒന്നുമില്ല, വളരെ കൂളായിട്ടിരിക്കുക, പഠിച്ച്. ഇത്രയുള്ള ഏറ്റവും സിമ്പിളായിട്ട് ഞാനിത് എല്ലാം കൂടെ ഒന്ന് ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ കൂളായിട്ടിരിക്കുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തു വന്ന സ്ട്രാറ്റജി ഏതോ അതിൽ ഫോക്കസ് ചെയ്ത് മാത്രം ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് പസിൽ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് DI ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് RC ബുദ്ധിമുട്ടായിരിക്കും. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. മോക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യുക.
ഓക്കെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതാണ്, നമ്മൾ രാപകലില്ലാതെ ഇതിന് വേണ്ടിയിട്ട് വിത്ത് ടൈമറൊക്കെ ഇട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച ആൾക്കാരാണ്. ഇനി നമ്മളെ എക്സാമിന്റെ ടൈമിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റണം, നമ്മൾ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ പുതിയ ബാച്ച് ഏതാണ് വരുന്നത്, RRBക്ക് ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് ഉണ്ടോന്ന്. യെസ്, അടുത്തത് RRB PO ആൻഡ് ക്ലർക്ക് ബാച്ച് ആണ്. ബേസ് മുതൽ ഒന്നും അറിയാത്ത ആസ്പിറന്റ് ധൈര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. ബേസ് മുതൽ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും A to Z നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. 100% പ്രിലിംസും മെയിൻസും അതിനുശേഷം വരുന്ന ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത് 6,999 ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ, നാട്ടിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു ബാങ്ക് ജോലി എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാം. ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ക്ലാസ്സസ് വരുന്നത്. ടോട്ടൽ 450+ അവേഴ്സ് ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഡെയിലി 2 to 3 hours എന്ന രീതിയിൽ 5 to 6 days ആയിരിക്കും നമ്മളുടെ ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, അപ്പൊ ബേസ് മുതലുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് മെയിൻസ് മാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിന്റെ ലൈവ് ക്ലാസ്സസിന്റെ കുറേയധികം ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടു നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ SBI POയുടെ പ്രിലിംസ് നന്നായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.